ഇവൻ ബി എഡ്യൂക്കേഷൻ സ്കോട്ട കലോത്സവം മത്സരങ്ങൾ അങ്ങനെ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാന മത്സരം എന്ന് പറയുന്നത് ഒപ്പനയാണ്. ഒപ്പനയുടെ വേദിയിൽ നിറഞ്ഞ കാണികളാണ്. ഇപ്പോൾ നമുക്കപ്പം ഓടക്കുഴൽ മത്സരത്തിൽ പങ്കെടുത്ത് ഇറങ്ങി വന്നൊരു വിദ്യാർത്ഥിയാണുള്ളത്. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നു. മോൻ്റെ പേരെന്താണ്? മിലിന്ദ് റാം. ഏത് സ്കൂളിലാണ്? JHS തൃക്കുളം. ഏത് സബ് ജില്ലയാ? ഇത് പരപ്പനങ്ങാടി സബ് ജില്ല. എത്ര വർഷമായി മോന് ഓടക്കുഴൽ പഠിക്കുന്നത്? 3 വർഷം. മിലിന്ദിൻ്റെ അച്ഛനാണ് തൊട്ട് കൂടെ നിൽക്കുന്നത്. മിലിന്ദിൻ്റെ അച്ഛനും ഓടക്കുഴൽ വായിക്കും, പാട്ട് പാടും. അങ്ങനെ ഒരുപാട് കലാപരമായിട്ട് കുടുംബ പാരമ്പര്യം മകനിലേക്ക് കൊടുക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് ഇവനെ പഠിപ്പിച്ചെടുത്തത്? അച്ഛൻ തന്നെയാണോ? ഞാൻ തന്നെയാണ് പഠിപ്പിച്ചെടുത്തത്. പാട്ട് പാടാൻ ഇവൻ പാടും, പക്ഷെ പാട്ടിൽ അത്ര ശോഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെയാണ് മനഃപൂർവ്വം ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റിയതാണ്. താങ്കളുടെ പേര്? എൻ്റെ പേര് രാജീവ്. പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് അങ്ങനെ മാറ്റിയിട്ട് എങ്ങനെയാണ് തോന്നിയത്? ഓടക്കുഴൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അവന് കൂടുതൽ കൈകാര്യം ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നുണ്ടോ? തോന്നാൻ കാരണമുണ്ട്. കാരണം വെച്ചാൽ ബാക്കി പാട്ട് പോലെയല്ല ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഫീല് വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നോട്ട് പോലെ വായിക്കാൻ സിമ്പിളാണ്, പക്ഷേ ഫീല് വരുത്താൻ ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഫീലിൽ അവനുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിച്ചത്. നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കിയാലോ? മത്സരത്തിന് വായിച്ചത് ആ സംഭവം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വായിക്കാവോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഇവൻ്റെ പാട്ട് ഞാൻ കേട്ടിരുന്നു. നമ്മൾ വേദി കുറച്ച് ദൂരെയാണെങ്കിലും ഇവൻ വായിക്കുന്നത് നമുക്ക് നമ്മളുടെ സ്റ്റുഡിയോയുടെ അവിടേക്ക് കേൾക്കായിരുന്നു. അങ്ങനെയാണ് ചെന്നിട്ട് ഞാൻ ഇവനെ കൈയോടെ കൂട്ടിയിട്ട് വന്നത്. അച്ഛൻ ഒരു എന്തെങ്കിലും ഒരെണ്ണം ഒന്ന് വായിച്ച് നോക്കാവോ? ഈ ഓടക്കുഴൽ വലിപ്പം പോരാന്നുണ്ടോ? Second. എൻ്റെ ഫിംഗറിന് പറ്റിയ ഫ്ലൂട്ട് അല്ല അത്. മനസ്സിലായി. കാരണം ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയ ഓടക്കുഴലാണ്. വലിയവർ വായിക്കുന്നത് ഇത്തരത്തിലുള്ളതല്ല. അത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? ഓരോ റേഞ്ചിനനുസരിച്ച് ടോണിനനുസരിച്ച് ഫ്ലൂട്ട് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം ഹൈ ടോണായി വരും. ഇവൻ്റെ ഫിംഗർ വളരെ സ്ലിമ്മാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഫ്ലൂട്ട് തന്നെ സെലക്ട് ചെയ്തത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ഒരു അച്ഛൻ പഠിപ്പിച്ചിട്ടാണ് മകൻ ജില്ലാ തലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കീഴിലാണ്. അച്ഛൻ്റെ അടുത്തൊന്നും മാറി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അച്ഛൻ തന്നെ പഠിപ്പിച്ചാൽ മതി. അതാണ്. എന്തായാലും അച്ഛനും മകനും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ജില്ലാ കലോത്സവ വേദിയിൽ ഓടക്കുഴൽ മത്സരത്തിൽ കാണാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പാട്ടിലുള്ളതല്ല, ആ ഒരു കാരണം അച്ഛൻ പാടിയ പാട്ടും അതുപോലെ തന്നെ മനസ്സിൻ മടിയിൽ നമുക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. അപ്പോൾ ആ ഒരു സംഭവം മകനിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അച്ഛൻ ചെയ്തു കഴിഞ്ഞു. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരുപാട് ഉയരങ്ങളിലെത്തിയിട്ട് രണ്ടുപേരും എല്ലാവിധ ആശംസകളും. ഇനി മറ്റൊരു അതിഥിയുമായി കാണാം.